അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് മേഖലയിലുള്ള ഇറാൻ്റെ ആക്രമണം ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 28 രാവിലെ 11 മണിക്ക് തുടങ്ങിയ ആക്രമണം ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിലും ഒപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ നടത്തുന്ന സമാധാന ശ്രമത്തിലുമൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഫെബ്രുവരി 28 ശനിയാഴ്ച, റമദാൻ 11. UAE സമയം രാവിലെ 10 മണിയോടെയാണ് അമേരിക്ക ഇസ്രയേൽ സഖ്യം ഇറാൻ ആക്രമിച്ചതായി ആദ്യ വിവരം പുറത്തുവരുന്നത്. അതോടെ ഇറാൻ്റെ പ്രത്യാക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്കുണ്ടാകുമെന്ന് ഉറപ്പായി. ഖത്തറിലായിരുന്നു ആദ്യ ആക്രമണം. പിന്നീട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ആ ആക്രമണം നീണ്ടു. അമേരിക്കയുടെ താവളങ്ങളിലേക്ക് എന്ന നിലയ്ക്കാണ് ആക്രമണം ആരംഭിച്ചത്. തങ്ങളുടെ മണ്ണും വിണ്ണും ഒരു നിലയ്ക്കും ഇറാനെതിരായ ആക്രമണത്തിന് വിട്ടു നൽകില്ലെന്ന് UAE ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആക്രമണമുണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെന്ന് ആരോപിച്ചാണ് ഇറാൻ ഗൾഫ് മേഖലയെ ഒന്നാകെ ആക്രമിക്കാൻ തുടങ്ങിയത്. ഗൾഫ് രാജ്യങ്ങളും സജ്ജരായിരുന്നു. ഇറാൻ ആക്രമണങ്ങൾ ഓരോന്നായി പ്രതിരോധിക്കാൻ തുടങ്ങി. മികച്ച അലേർട്ട് സംവിധാനമുണ്ടാക്കി. സ്കൂളുകൾക്ക് അവധി നൽകി. താൽക്കാലികമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ജനജീവിതം സ്തംഭിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. ഭരണാധികാരികൾ തന്നെ പുറത്തിറങ്ങി ആളുകൾക്ക് ധൈര്യം പകർന്നു. ആക്രമണം 2ാം വാരത്തിലേക്ക് കടന്നതോടെ ഇറാൻ തന്ത്രം മാറ്റി. അമേരിക്കയുടെ സുപ്രധാന ഓഫീസുകളിലേക്ക് ഈ ആക്രമണം മാറി. എംബസികൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. അലേർട്ടുകൾ വർദ്ധിച്ചു വന്നു. പ്രത്യാക്രമണം നടത്തി സമാധാനം തകർക്കാനില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ നിലപാടെടുത്തു. എന്നാൽ മൗനം പാലിക്കില്ല. പരമാധികാരത്തിനെതിരായ കടന്നുകയറ്റത്തെ ഏതുവിധേനയും ചെറുക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ തൻ്റെ ശത്രുക്കൾക്ക് മുന്നറിയിപ്പും നൽകി. الإمارات مواريه، الإمارات جميلة، الإمارات قدوة، لكن أقول لهم لا تغشكم الإمارات. ترى الإمارات يلدها غليظ ولحمتها مرة، نحن ما ننكل وبنقوم بواجبنا تجاه بلادنا وأهلنا ومقيمين في عندنا أهلنا الثانيين. الله يحفظ الإمارات ويحفظ أهلها ويحفظ اللي فيها بالعز والأمان، وأوعد الجميع ترانا بنظهر أقوى. لا شك. അടുത്ത ഘട്ടമായി എയർപോർട്ടുകളും തുറമുഖങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. പിന്നീടിതാ ഇപ്പോൾ എണ്ണപ്പാടങ്ങളും. അടുത്ത ഭീഷണിയാകട്ടെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കുമെന്നാണ്. ബലിസ്റ്റിക് മിസൈലുകളും 1800-ലധികം ഡ്രോണുകളുമാണ് UAE ഇതുവരെ ചെറുത്തിട്ടത്.
15 ക്രൂയിസ് മിസൈലുകളും തകർത്തു. UAEയിൽ ആകെ കൊല്ലപ്പെട്ടത് 11 പേരാണ്. കഴിഞ്ഞ ദിവസം അബുദാബിയിലെ സ്വൈഹാൻ സ്ട്രീറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ഇന്ത്യക്കാരനും ജീവൻ നഷ്ടമായി. കാറുകൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് കത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെ 169 പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായ ആക്രമണങ്ങൾ ദുബായ് എയർപോർട്ടിന് സമീപമുണ്ടായി. എയർപോർട്ടിലെ എണ്ണ ടാങ്കറിന് തീപിടിച്ചു. ഒരു വേള താൽക്കാലികമായി ദുബായ് എയർപോർട്ട് അടച്ചിടേണ്ടി വന്നു. അബുദാബിയിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചത് ആശങ്കയുണ്ടാക്കി. ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ ഇക്കഴിഞ്ഞ ആഴ്ച 2 തവണയാണ് ആക്രമണമുണ്ടായത്. 200-ലധികം ഡ്രോണുകളും 50-ലധികം മിസൈലുകളുമാണ് സൗദി അറേബ്യ ഇതുവരെ നേരിട്ടത്. സൗദി അറേബ്യയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിലെയും ഖത്തറിലെയും സ്ഥിതി സമാനമാണ്. ഖത്തറിലെ റാസ് ലഫൈൻ എണ്ണ കേന്ദ്രത്തിലെ ആക്രമണത്തിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ LNG പ്രോസസ്സിംഗ് ഓപ്പറേഷൻ നടക്കുന്നത് ഇവിടെയാണ്. എണ്ണപ്പാടങ്ങളും റിഫൈനറികളും തകർക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ആ ആക്രമണമുണ്ടാക്കിയ സമ്മർദ്ദത്തിന്റെ ഫലം കൂടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം. ഹോർമുസ് കടലിടുക്ക് അടച്ചതും എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും ഗൾഫ് രാജ്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഇനിയും അധിക നാൾ ആക്രമണം നീണ്ടാൽ തിരിച്ചു വരാനാകാത്ത നിലയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഈ രാജ്യങ്ങൾക്കറിയാം. അതാണ് ട്രംപിൻ്റെ പെട്ടെന്നുള്ള മനംമാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നായി കാണാനാകുന്നത്. സമാധാനത്തിൻ്റെ കിരണങ്ങൾ പതിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നാളുകളാണിത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ലോക ജനതയെ സാരമായി ബാധിച്ചിരിക്കുന്ന ഈ യുദ്ധത്തിന് കടിഞ്ഞാണിടേണ്ടത് അനിവാര്യമാണെന്ന് ഓരോ രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കാം. സമാധാനം പുലരുമെന്നും. ശക്തമായ മഴയെ കൂടി നേരിടേണ്ടി വന്നു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞ വാരത്തിൽ. ഒമാനിലും UAEയിലുമൊക്കെ അതിശക്തമായ മഴയാണ് ഉണ്ടായത്. വേനൽക്കാലമാകുന്നതിന് തൊട്ട് മുൻപുള്ള കാലാവസ്ഥാ വ്യതിയാനമാണ് പലയിടങ്ങളിലും റെക്കോർഡ് മഴ എത്തിച്ചത്. ചെറിയ പെരുന്നാളിന് തുടങ്ങിയ പെയ്ത്താണ്. കനത്ത മഴ ആദ്യമെത്തിയത് ഒമാനിൽ. മസ്കറ്റ്, ബുറൈമി, തെക്ക് വടക്കൻ ബാത്തിന, ദാഹിറ, ദാഹിരിയ, തെക്ക് വടക്കൻ ഷർക്കിയ എല്ലാ ഗവർണറേറ്റുകളിലും ശക്തമായ മഴയാണ് ഉണ്ടായത്. തോരാമഴ തുടർന്നതോടെ റോഡുകളിൽ വെള്ളം കയറി. പലയിടങ്ങളും ഒറ്റപ്പെട്ടു. ആലിപ്പഴ വർഷവുമുണ്ടായി. മലയാളികൾ ഉൾപ്പെടെ 10-ലധികം പേർ മരിച്ചു. മിന്നൽ പ്രളയത്തിൽ 4 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. തെക്കൻ ബാത്തിനയിലെ വർക്ക വിലായത്തിലുണ്ടായ അപകടത്തിൽ പാലക്കാട് തൃത്താല സ്വദേശികളായ ഷംലയും യൂസഫും റംലയും മരിച്ചു. മൂവരും കുടുംബത്തോടൊപ്പം കാറിൽ സഞ്ചരിക്കവെയാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു ദിവസം കഴിഞ്ഞാണ് റംലയുടെ മൃതദേഹം ലഭിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ബാനി ഖാലിദിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിലകപ്പെട്ട് കൊല്ലം സ്വദേശിയായ വിനോദ് കുമാറും മരിച്ചു. റുസ്കത്ത് വിലായത്തിൽ മണ്ണ് നിർമ്മിതമായ കെട്ടിടം തകർന്ന് 4 കുട്ടികളാണ് മരിച്ചത്. മഴയത്ത് കളിക്കുന്നതിനിടെയായിരുന്നു അപകടം. അസ്ഥിരമായ കാലാവസ്ഥ കണക്കിലെടുത്ത് മസ്കറ്റ് ഗവർണറേറ്റുകളിലെ എല്ലാ പൊതു പാർക്കുകളും ഗാർഡനുകളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണിത്. പോലീസ് സേനയും ദ്രുതകർമ്മ സേനയും 24 മണിക്കൂറും സജ്ജരായി പ്രവർത്തന രംഗത്തുണ്ട്.
ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇബ്ര വിലായത്തിലാണ്, 292 മില്ലിമീറ്റർ. ദിമാവാൽത്തീൻ വിലായത്തിൽ 188 മില്ലിമീറ്ററും അൽക്കാബിൽ വിലായത്തിൽ 186 മില്ലിമീറ്ററും ഇസ്കി വിലായത്തിൽ 176 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. വാദികൾ മനഃപൂർവ്വം മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റോഡ് നിയമങ്ങളും കർശനമാക്കി. പിന്നാലെ UAEയിലും മഴയെത്തി. UAEയിലെ എല്ലാ എമിറേറ്റുകളിലും കഴിഞ്ഞ 4 ദിവസമായി മഴയാണ്. ഒരു വർഷം കൊണ്ട് ലഭിക്കേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്ത ഇടങ്ങളുണ്ട്. ഒപ്പം ആലിപ്പഴ വർഷവും. ഫുജൈറയിലെ അൽതവീനിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്, 47.9 മില്ലിമീറ്റർ. റാസൽ കൈമയിലെ അൽമർജാനിൽ 39.7 മില്ലിമീറ്ററും ഷാർജയിലെ ഖോർഫക്കാനിൽ 33.3 മില്ലിമീറ്ററും അബുദാബി ഖത്തമൽ ഷക്ലയിൽ 30 മില്ലിമീറ്ററും ഖോർഫക്കാൻ പോർട്ടിൽ 28.3 മില്ലിമീറ്ററും മഴ ലഭിച്ചു. ഷാർജ, റാസൽ കൈമ, അജ്മാൻ എന്നിവിടങ്ങളിൽ ചില റോഡുകൾ അടച്ചിരുന്നു. പ്രധാന റോഡുകളിൽ വെള്ളം കയറി. പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് പലയിടങ്ങളിൽ നിന്നും വെള്ളം നീക്കിയത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തടാകങ്ങൾ അപകടകരമായ നിലയിൽ നിറഞ്ഞൊഴുകുകയാണ്. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ദുബായിൽ നിന്ന് ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾക്ക് തടസ്സമുണ്ടായി. പല കമ്പനികളും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാന റോഡുകളിൽ വേഗപരിധി കുറച്ചിട്ടുണ്ട്. ഗതാഗത നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. നാളെയോടുകൂടി മഴ അവസാനിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന സൂചന. ഖത്തർ, കുവൈറ്റ്, സൗദി എന്നീ രാജ്യങ്ങളിലും വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തു. ഇറാൻ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനിടയിലെ മഴ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെയും ഗൾഫ് രാജ്യങ്ങൾ അതിജീവിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും നടത്തി വരികയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. നിക്ഷേപക സൗഹൃദ രാഷ്ട്രങ്ങളെന്ന ഖ്യാതി നിലനിർത്തിക്കൊണ്ട് വേണം ഓരോ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും മുന്നോട്ട് പോകാൻ. സംഘർഷം അവസാനിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ പ്രഖ്യാപനങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. 1 മാസമായി തുടരുന്ന യുദ്ധം ഗൾഫ് മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 1970കളിലെ 2 എണ്ണ പ്രതിസന്ധികൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്നതിനേക്കാൾ കടുപ്പമാണ് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ എണ്ണ പ്രതിസന്ധിയെന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക ആക്രമണമുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ റാസ്താനൂറ റിഫൈനറി, യാംബു റിഫൈനറി, ഷെയ്ബ എണ്ണപ്പാടം, യാംബു തുറമുഖം, UAEയിലെ റുവൈസ് റിഫൈനറി, ഫുജൈറയിലെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ, ജബൽ അലി തുറമുഖം, ഖത്തറിലെ റാസ് ലഫാൻ, ബഹ്റൈൻ്റെ ബാബ്കോ എനർജി റിഫൈനറി എന്നിവ ആക്രമിക്കപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമൂലമുള്ള പ്രതിസന്ധി കൂടിയാകുമ്പോൾ സാമ്പത്തിക മേഖലയ്ക്കുണ്ടായ ക്ഷീണം മറികടക്കാൻ മാസങ്ങളെടുത്തേക്കാം. സംഘർഷം അവസാനിച്ചാൽ അതിവേഗ പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയുമുണ്ട്. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുത്ത് ജനജീവിതം സാധാരണ നിലയിൽ കൊണ്ടുപോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. എങ്കിലും സുരക്ഷിത രാഷ്ട്രമെന്ന ഖ്യാതി നിലനിർത്താൻ സംഘർഷം അവസാനിപ്പിക്കേണ്ടത് ഈ രാഷ്ട്രങ്ങൾക്ക് അനിവാര്യമാണ്. വിമാന സർവീസുകൾ സാധാരണ നിലയിലെത്തിക്കുകയും വെല്ലുവിളിയാണ്. ചടുലമായ നീക്കങ്ങളില്ലാതെ പിടിച്ചു നിൽക്കുക അസാധ്യം.
ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെയുള്ള പുതിയ തന്ത്രപരമായ വ്യാപാര ഇടനാഴി UAEയും സൗദി അറേബ്യയും സംയുക്തമായി ആരംഭിച്ചു. ഷാർജയിലെ ഖോർഫക്കാൻ തുറമുഖം വഴി കടൽ റോഡ് ഗതാഗതം സംയോജിപ്പിച്ച് സൗദിയിലെ ദമാമുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ പാത. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ മറികടക്കാനും ചരക്ക് ഗതാഗതം കൂടുതൽ വേഗത്തിലാക്കാനും വിശ്വസനീയമായ രീതിയിൽ നടത്താനും ഈ ഇടനാഴി സഹായിക്കും. മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ പരിഗണിച്ചുള്ള പ്രധാന തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, പരമ്പരാഗത കടൽ മാർഗങ്ങളിലുള്ള ആശ്രയം കുറയ്ക്കുക, UAE സൗദി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദേശ നിക്ഷേപകർക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. മൂലധനം പിൻവലിക്കാനോ കൈമാറാനോ നിയന്ത്രണങ്ങളില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. സാമ്പത്തിക വിപണിയുടെയും ബാങ്കിംഗ് മേഖലയുടെയും സുരക്ഷ ഉറപ്പാക്കാൻ UAE സെൻട്രൽ ബാങ്ക് പ്രത്യേക നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ രാജ്യത്ത് മതിയായ വിദേശ നാണ്യ കരുതലുണ്ടെന്ന് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. വാണിജ്യ ബാങ്കുകൾക്കും ആവശ്യമായ പിന്തുണ നൽകും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫലപ്രദമായി നടത്തിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് അടക്കം ഇക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രത പ്രശംസനീയമാണ്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ലുലു പ്രത്യേക വിമാനങ്ങളിൽ സാധനങ്ങൾ എത്തിച്ചു. 50 ടൺ പച്ചക്കറിയാണ് കുവൈറ്റിലെത്തിച്ചത്. കുവൈറ്റ് എയർവേസ് 777 ബോയിങ് വിമാനമാണ് 50 ടൺ പച്ചക്കറികളുമായി കുവൈറ്റിലേക്ക് പറന്നത്. ലുലുവിൻ്റെ കയറ്റുമതി വിഭാഗമായ ഫെയർ എക്സ്പോർട്സ് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. കർഷകർക്കും തൊഴിലാളികൾക്കും പുത്തനുണർവേകുന്ന നീക്കമാണ് ലുലുവിൻ്റേത്. കുവൈറ്റ് കൂടാതെ മറ്റ് GCC രാജ്യങ്ങളിലേക്കും ലുലു ഗ്രൂപ്പിന് വേണ്ടി നിരവധി പ്രത്യേക വിമാനങ്ങൾ ഭക്ഷ്യവസ്തുക്കളുമായി ഇതിനോടകം സർവീസ് നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ഇടപെടലും ഉണ്ടാകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഞാൻ ഗൾഫ് യുദ്ധം കണ്ടു, പെട്രോൾ 120 കണ്ടു, പെട്രോൾ 30 കണ്ടു, കൊറോണ കണ്ടു. ഈ സിറ്റുവേഷൻ നമ്മൾ തരണം ചെയ്തു. സാമ്പത്തിക മാന്ദ്യം, ഫൈനാൻഷ്യൽ ക്രൈസിസ് കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടവരാണ് നമ്മൾ. എന്നിട്ടും ഈ രാജ്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. അവരുടെ ഡെവലപ്മെൻറ്റ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് MA യൂസഫ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. ഭക്ഷ്യവിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് യൂസഫ് അലി പ്രധാനമന്ത്രിയെ അറിയിച്ചു. ലുലുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രിയും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി എന്നെ വിളിച്ചു, സംസാരിച്ചു. എന്താണ് ഇവിടെ മലയാളികൾക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇതുവരെയും CM ഒരു ബുദ്ധിമുട്ടുമില്ല. ഭരണകർത്താക്കളുമായിട്ട് നിരന്തരമായ അവർക്ക് അതിൻ്റെയൊക്കെ പ്ലാനിങ് ഉണ്ട്. ആ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിയും പ്രാപ്തിയും കഴിവും തൻ്റെ ഇടവും അറിവും സമ്പത്തും ഇവിടുത്തെ വിശാലമായ ഭരണകർത്താക്കൾക്ക്. സംഘർഷം അവസാനിച്ചാൽ സാമ്പത്തിക മേഖലയെ വളരെ വേഗം മടക്കിക്കൊണ്ടുവരാനായി ഗൾഫ് രാഷ്ട്രങ്ങൾ അണിയറയിൽ നിരവധി പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ.